ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നല്ല പഞ്ഞ് പോലുള്ള അരി കുതിർക്കാനോ അരക്കാനോ ഒന്നും നിൽക്കേണ്ട നല്ല പഞ്ഞ് പോലുള്ള ഒരു അപ്പം തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുക്കുന്നത്. നമ്മുടെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റവയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള റവ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, വറുത്തെടുത്തിട്ടുള്ള റവ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്തതും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് മൈദയും ചേർത്ത് കൊടുക്കുക. നല്ല വെളുത്ത കളറിലുള്ള അപ്പമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, 3 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഡ്രൈഡ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റേത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നോർമൽ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇവിടെ 1.5 കപ്പ് ഇതെല്ലാം എടുത്തിട്ടുള്ളത്, റവയെല്ലാം എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ വെറും പച്ച വെള്ളം എടുക്കരുത്, ഒരു ഇളം ചൂടുള്ള വെള്ളം വേണം അതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നല്ല ഡയറ്റൊക്കെ നോക്കിയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പവും റെഡിയായി കിട്ടില്ല. അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളം ചൂടേ പാടുള്ളൂ. നല്ല ചൂടുണ്ടായാലും ഈസ്റ്റ് ഫെർമെൻ്റായിട്ട് കിട്ടില്ല കേട്ടോ. നമുക്കിതൊരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇളം ചൂടുള്ള വെള്ളം ഇങ്ങനെ തൊടുന്ന സമയത്ത് പൊള്ളാത്ത രീതിയിലുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുണ്ടായാലും ഈസ്റ്റ് ഫെർമെൻ്റായി കിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു ബൗളിലേക്ക്, അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കറക്റ്റ് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ, 15 മുതൽ അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത്രയും ടൈം വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് കുറച്ചൊന്ന് ഫെർമെൻ്റായിട്ട് വരും. ഇപ്പോൾ ഇത് നല്ല ഫെർമെൻ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മാവ് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്കിത് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേഗം ചുട്ടെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ചൂടാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒന്ന് തീ കുറച്ച് കൊടുക്കുക. നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അത് മാവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകും. നിങ്ങൾക്കറിയാമല്ലോ നോൺ സ്റ്റിക്ക് പാനിൽ അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇങ്ങനെ ചുട്ടെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. എന്നിട്ട് കൂടുതൽ ഇങ്ങനെ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിനിങ്ങനെ ബബിൾസ് ഇങ്ങനെ വരും. ആ ബബിൾസ് ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ദോശ നമുക്ക് ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണ ദോശ ചുടുന്ന ചട്ടി ഉണ്ടാവില്ല, ഇരുമ്പിൻ്റെ ചട്ടി, അതിൽ എണ്ണ പുരട്ടിയിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതാ നല്ല പഞ്ഞി പോലുള്ള അപ്പം ഓരോന്നായിട്ട് ഞാനിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ്. ഇത് ചട്നിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിന് വൈറ്റ് ചട്നി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈസ്റ്റിൻ്റെ കാര്യമൊക്കെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ആ ഈസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്